ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മാട്ടൂർ പെറ്റ് സ്റ്റേഷൻ. അപ്പോൾ മാട്ടൂർ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഒരു കടലിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് പണ്ട് 50 രൂപയായിരുന്നു, ഇപ്പോൾ ടിക്കറ്റിന്റെ പൈസ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കയറുമ്പോൾ തന്നെ കാണുന്നത്. കുറച്ച് പൂക്കളും ഒരു പെറ്റ് സ്റ്റേഷന്റെ ഒരു ബോർഡും വരുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ആനേനും കൂടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഈ പൂവിന്റെ വില? അതിന് 35,000 രൂപയാണ് ഒരു ചട്ടിക്ക്. അതുപോലെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കോഴിക്കാർപ്പും പാരറ്റ് ഫിഷും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ആനാക്കോണ്ടേനെയാണ്. ഇത് ഒറിജിൻ അമേരിക്ക, അതുപോലെ സ്പൈഡർ, അതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ വേറെയുണ്ട്. ഇതിനകത്തും ഒരു സ്കോർപ്പിയോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഈ വീഡിയോയിൽ പെറ്റ് സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി കയറിയപ്പോൾ തന്നെ ഞാൻ മൗസിനെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വിളിക്കാത്ത അതിഥിയുണ്ട്. ആ പൂച്ച പുറത്തുനിന്ന് കയറി വന്നതാണ്. പിന്നെ അരാപ്പൈമ, അലിഗേറ്റർ, അതുപോലെ തന്നെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. ഈ പെറ്റ് സ്റ്റേഷൻ നേരിട്ട് പോയി കാണാൻ പറ്റാത്തവർക്ക് പറ്റിയ വീഡിയോ ആണിത്. ഈ പെറ്റ് സ്റ്റേഷനിലെ എല്ലാ മൃഗങ്ങളെയും ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ബംഗാൾ ക്യാറ്റാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ബേർഡാണ് കോക്കറ്റോ. വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ബേർഡ്. ഇത് റോസലയുടെ ഒരു ബന്ധത്തിൽപ്പെടുന്ന ഒരു ബേർഡാണ്. എന്റെ കറക്റ്റ് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി പക്ഷിയാണിത്. ഇതും റോസലയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ബേർഡാണ്. നെക്കിന്റെ ഭാഗത്ത് തന്നെ യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു മൃഗമാണ് ലിസാർഡ്. എല്ലാ മൃഗങ്ങളുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മൃഗമാണ് പക്ഷിയാണ് ഡയമണ്ട് ഡൗ. അതുപോലെ ജാവയും ഫിഞ്ചസും. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തുന്നത് കുഞ്ഞു പശുവിൻ്റെ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പണ്ട് ഏതോ വീഡിയോക്കകത്ത് കണ്ട് നല്ല ഓർമ്മ ഉണ്ടായിരുന്നതാണ്. അതിന് നമുക്ക് തലോടാൻ പറ്റും. വലിയ സീനൊന്നുമില്ല. പാവം പശുക്കളാണ്. അതുപോലെ പോണിക്കുതിരയും കഴുതയും രണ്ടും ഒന്നിനകത്താണ്. അതുപോലെ ബേക്കില് കുറച്ച് അലിഗേറ്ററും കുറച്ച് ഓസ്കാറും അങ്ങനെ ചെറിയ ചെറിയ ഫിഷസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇതാ വലിയൊരു മുട്ടനാട് കിടക്കുന്നു. നല്ല വലിപ്പമുണ്ട്. അതിനുശേഷം ഞങ്ങൾ കാണുന്ന ഒരു കുതിരേനെയാണ്. അതുപോലെ ഈ പെറ്റ് സ്റ്റേഷനിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയി തോന്നിയത് ഒട്ടക പക്ഷി തൊട്ടടുത്ത് വരുന്നു. ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്ന അസുലഭ മുഹൂർത്തം. അതിനുശേഷം കാണുന്നത് സൺ കുനൂരിന് തീറ്റ കൊടുക്കുന്ന കാഴ്ചകളാണ്. അതുപോലെ ഇവിടെ അടുത്തായിട്ട് ഒരു കുതിരേനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് എമുനെയും കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എമുനെ ഇട്ടിട്ടുണ്ട്.
ഇതിന്റെ തൊട്ടിപ്പുറത്തേക്ക് കുറെ ആടുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വെറൈറ്റി ആടുകളെ കാണുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു ആടുണ്ട്. ഇത് ഇപ്പൊ കാണിച്ചു തരാം. ഇതിന്റെ പേരെന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. കണ്ടോ, ഏലിന്റെ ഷേപ്പ് ഉണ്ട്, 4-5 കൊമ്പുണ്ട് ഇതിന്. എന്നാലും ആള് പാവത്താനാണ്, നമുക്ക് തൊടാം എന്നും ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. ആള് ഭയങ്കര പാവമാണ്. തൊട്ടടുത്ത് ഒരാൾ പാമ്പിനെ എടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ അടുത്ത് പോയി നോക്കി, എന്നിട്ട് തിരിച്ചു പോയി. ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബേർഡാണ് ഫെസന്റ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എനിക്ക് മേടിക്കണം, കുറച്ചുനാൾ കഴിയട്ടെ. അതിനുശേഷം ഞാൻ കണ്ട ആളാണ് നമ്മുടെ പ്രസാ കനാരിയോ. പട്ടികളുടെ പേരെല്ലാം എനിക്കറിയാം. അതുപോലെ റോഡ് വീലർ, സൈബേരിയൻ ഹസ്കി, നമ്മുടെ അമേരിക്കൻ ബുള്ളിയാണ്, പിറ്റ്ബുൾ അല്ല. അതുപോലെ ഷിറ്റ്സു, ഇതിന്റെ പേര് എനിക്കറിയില്ല, നമ്മുടെ ഡാൽമേഷൻ. അതിനുശേഷം ഞങ്ങൾ കണ്ടതാണ്, ഇതിന്റെ പേര് എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ ടിമോൺ ആൻഡ് പൂമ്പ, പഴയ കാർട്ടൂണില് അതിനകത്ത് ജീവിനെ പോലെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ കണ്ടതാണ് പോക്കറ്റ് മങ്കി. ഇതോടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആവുന്നു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. ഇത് ഇഗ്വാന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. ഇതിനെ പണ്ട് ഞാൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ കോക്ടെയിലിനെ മേടിച്ചത്. ഇതിനെ ആദ്യം കണ്ടപ്പോൾ ഞാനൊരു പൂച്ചയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതൊരു ഫോക്സ് ആണ്. ഇതെങ്ങനെ ഇതിന്റെ മേലെ കയറിയെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇപ്പൊ തലയിട്ട് നോക്കുന്നുണ്ടോ? കള്ളനാണ്, കള്ളൻ. റാക്കൂൺ. ഇത് ശരിക്കുള്ള റാക്കൂൺ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേരെന്താണോ? എന്തായാലും നല്ല കടികട്ടിയുള്ള പേരാണ്, ഞാൻ വായിക്കുന്നില്ല. വായിച്ച വേറെ നീലായി പോകും. അതിനുശേഷം ഞങ്ങൾ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോയി. തീറ്റയ്ക്ക് എത്രയോ 10 രൂപയോ 30 രൂപയോ മറ്റാണ്. അല്ലെങ്കിൽ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൈ വെച്ചാലും വരും. ഞാനിപ്പോൾ തീറ്റ കൈ പിടിച്ചിട്ടില്ല. അതിനെ പിടിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ കൈവെക്കുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ഫൈൻ അടിച്ചു വന്നാൽ എൻ്റെ പേര് പറയുന്നു. അതിനുശേഷം ഇത് ഞാൻ വേറെ ഏതോ സിനിമയ്ക്കകത്ത് കണ്ട പേരാണ്, എന്നാലും പന്നീരി പോലെയുണ്ട്. ഇനി നമ്മുടെ പൂച്ചസാറാണ്. ഈ ഗ്ലാസ്സിലൊന്നും തൊടാൻ പാടില്ല എന്നാണ് എഴുതിയേക്കുന്നത്. അതിനുശേഷം പ്രാവുകളുടെ ഒരു ഏരിയ തുടങ്ങി. ഈ ഏരിയ ഫുള്ള് പ്രാവാണ്. ഇതിൻ്റെ ഒക്കെ പേരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, അത്രയും പ്രാവാണ്. എങ്ങനെ ഒരു 1000-ന് മേലെ പ്രാവുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പേര് വായിക്കുന്നില്ല. ഈ പ്രാവിനെ കണ്ട തലയില്ലെന്നല്ലേ തോന്നുള്ളൂ. ആ പപ്പിന്റെ അടി തലയുണ്ട്. ഇതിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച തലയില്ലാത്തതാണെന്ന്. പല കൂടിനകത്തും പ്രാവും മുട്ടയും കുട്ടികളും എല്ലാം ഉണ്ട്.
കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പ്രാവ് ഇതാണ്. ഭയങ്കര ആക്റ്റീവാണ്. പ്രാവിന്റെ വീഡിയോ എടുത്ത് തന്നെ എൻ്റെ ഫോണിന്റെ ഗാലറി ഫുള്ളാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഞങ്ങൾ കണ്ടത് പൂടയില്ലാത്ത പൂച്ചനെയാണ്. തൊലി മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇതിനെ അറിയായിരുന്നു, ഇനി ഞാൻ മറന്നുപോയി. അതിനുശേഷം കണ്ടത് ചിയ ചുവാച്ച. ഇതിന്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ എന്താന്ന് മറന്നുപോയി. എന്തായാലും അതിന് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ തന്നെ ഇരുന്നോട്ടെ. പിന്നെ കണ്ടത് അണ്ണാനെയാണ്. ഇതെന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം കുറച്ച് പാരറ്റ് ഫിഷും പോളാർ ബ്ലൂവും അങ്ങനെ ഇതിന് എന്തെല്ലാം വെറൈറ്റി മീനുകൾ. അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. അതിനുശേഷം പൂച്ചകളെ രാജാവായ പേർഷ്യൻ ക്യാറ്റ്. പിന്നെ ബംഗാൾ ക്യാറ്റ് എന്നുള്ളത്, അതെ ബംഗാൾ ക്യാറ്റ്. ഒരുത്തൻ രാജകീയ സുഖത്തിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതൊരെണ്ണം എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്യണം. ഞങ്ങൾ വീട് മാറുകയാണ്. പുതിയ വീട്ടിൽ എന്തായാലും അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ എവിടുത്തെ ഒരു ചൊറുത്തവളയൊന്നുമല്ല, ശരിക്കും വേറെന്തോ ഭയങ്കരമായ പേരുള്ള തവളയാണ്. പിന്നെ ഇതിനകത്തൊക്കെ എന്തോ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും അസുഖം വരുന്നതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കൂടുകളാണെന്ന് തോന്നുന്നു. അതിനകത്തൊക്കെ എന്തെല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് ബ്ലാക്ക് മാമ്പയൊന്നുമില്ല, ഇവർ വളർത്തുന്ന എന്തോ പാമ്പാണ്. അതിനെന്തോ അസുഖം വന്നിട്ട് വെച്ചേക്കാണ്. പാറ്റ അടക്കമുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതിനുശേഷം നമ്മുടെ വിഡോസ്, ഗോൾഡ് ഫിഷ് എല്ലാം ഉള്ളൊരു ടാങ്ക് ഉണ്ട്. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്ലൗൺ ഫിഷിനെ നേരിട്ട് കാണുന്നത്. ഈ ക്ലൗൺ ഫിഷ് സാൾട്ട് വാട്ടറിലല്ലേ ജീവിക്കുന്നത്. ഇനി ഇത് സാൾട്ട് വാട്ടർ ആണോന്ന് എനിക്കറിയില്ല, അതോ ഫ്രഷ് വാട്ടറിലും ജീവിക്കുമെന്നും എനിക്കറിയില്ല. അതിനുശേഷം നമ്മുടെ സ്നാപ്പിംഗ് ടർട്ടിൽ, ഏറ്റവും ബൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു ടർട്ടിലാണിത്. ഭയങ്കര അഗ്രസീവാന്ന് തോന്നുന്നു. മുഖത്ത് ഫുള്ള് മുള്ളു പോലെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വരാലുണ്ട്. അതിന് ഫീഡായിട്ട് കൊടുത്താണോന്ന് എനിക്കറിയില്ല. പിന്നെ അരോണ. അതിനുശേഷം എന്തോ ഒരു സാധനം. പിന്നെ നമ്മുടെ ചൊറുത്തവള എന്ന് എനിക്ക് പറയാറുള്ളൂ. പിന്നെ കുഞ്ഞ് ക്യൂട്ട് ഡക്ക്. അതിനുശേഷം ഇവരുടെ പാമ്പിന്റെ കളക്ഷൻസ് ആണ്. എത്രയോ പാമ്പുകളുണ്ട്. ഫുള്ള് പൈത്തനും പച്ചില പാമ്പും എന്തെല്ലോ പാമ്പുകളുണ്ട്. പിന്നെ ചില്ലുകൂട്ടിലായതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കുന്നത്. അടുത്തൊരു പൈത്തൺ. പിന്നെയും അടുത്തൊരു പൈത്തൺ. ഇതും ഒരു പൈത്തന്റെ വെറൈറ്റിയാണ്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നല്ല ചുമന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചിലപ്പാമ്പ്, അത് പടം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ ആ പടം പൊഴിക്കുന്ന പാമ്പിനെ കണ്ടോ? ശരിക്കും അത് പച്ചിലപ്പാമ്പല്ല, വേറെന്തോ പൈത്തൺ. പൈത്തൺ.
പ്രാവിനെ കാണിച്ച പോലെയാണ്, ഫുള്ള് പൈക്ക്. പിന്നെ നമ്മുടെ ഗിനിപ്പന്നി, മൗസ്, ഹാംസ്റ്റർ എല്ലാം ഒരു സെക്ഷൻ ഫുള്ള് അങ്ങനെയാണ്. നമ്മുടെ പന്നി, അല്ല സോറി, എലി. പിന്നെ മൗസും ഹാംസ്റ്റേഴ്സും ആണ്. ഫുള്ള് ക്യാരറ്റ് ഇട്ട് കൊടുത്തേക്കുവാണ്. തിന്നുക ഉറങ്ങുക. പിന്നെ നമ്മുടെ എലിക്കും ഹാംസ്റ്ററിനൊക്കെയുള്ള പ്രത്യേകിച്ചുള്ള ബോട്ടിലൊക്കെ ഉണ്ട്. ദൂരത്തിന് ഒളിഞ്ഞു നോക്കും നമ്മളെ. പിന്നെ കുറച്ച് ഗിനിപ്പന്നികളാണ്. പിന്നെ നല്ല അടിപൊളി മൊയില്, ഭയങ്കര ഉറക്കത്തിലാണ്. പ്രെഡിഗിരി പോലത്തെ എന്തോ സാധനമാണ് എന്നെ തിന്നാൻ കൊടുക്കുന്നത്. അത് നിന്നിട്ട് ഉറക്കുവാൻ തോന്നും. ഇത് പിന്നെ ഒരു അടിപൊളി മൊയില്. ഇതൊരു ഗിനിപ്പന്നി. അതിനെന്തോ ചൊറി പിടിച്ച പോലെ ഉണ്ട്. എന്തോ വെറൈറ്റിയാണ് ഗിനിപ്പന്നി. പിന്നെ അതേപോലെ ഒരു വെള്ളത്തിൽ വീണ ഒരു മൊയില്, ശരിക്കും അതുപോലെ തന്നെയുണ്ട്. പിന്നെയും ഒരു അടിപൊളി മൊയില്, ശരിക്കും നമ്മൾ ഈ കാർട്ടൂണിനകത്ത് കാണുന്ന പാവ പോലെയുണ്ട്. ഇതെന്നാ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കങ്കര കുഞ്ഞാണോ എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഇനി എന്തൊരു അസുഖം വന്നാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതെന്നാ സാധനം, എന്തോ ഡോഗ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. എന്തായാലും തിന്ന് നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. എന്തോ ഡോഗ് എന്നും മറ്റാണ് ഇതിൻ്റെ പേര്. അതിനുശേഷം കുറച്ച് ഗപ്പികളാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച ഗപ്പി പോലെ തന്നെയുണ്ട്. പിന്നെ ഇത് നമ്മുടെ പാമ്പിന്റെ തലയുള്ള എന്താ പറയുക, ആമയാണ്. പിന്നെ ഇതും എന്താ സ്പൈനി ടെർട്ടിൽ, മുള്ളുള്ള ടെർട്ടിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒച്ചിനെ വരെ വളർത്തുന്നുണ്ട്. ഇത് നമ്മുടെ ലിസാർഡിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്. പിന്നെ നമ്മൾ ചെറുത്തവള എന്ന് വിളിക്കുന്ന വലിയ പേരുള്ള ആശാൻ. പിന്നെ ഒരു ഡക്കുട്ടി, കുറച്ച് മക്കാവോയും ഒരുമിച്ചിരിക്കുന്നുണ്ട്, കണ്ടോ. അതിനുശേഷം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പിന്നെയും മക്കാവോ. ഇതിനെ എന്തോ പറയില്ല, അമേരിക്കൻ റെഡ് അങ്ങനെ എന്തോ ആണ് ഈ മക്കാവിൻ്റെ പേര് വരുന്നത്. പിന്നെ അടുത്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മങ്കി. ഇത് പോക്കറ്റ് മങ്കി അല്ല, ഇതിൻ്റെ പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. ആശാൻ ഭയങ്കരമായി ഞങ്ങളെ വീക്ഷിക്കുകയാണ്, എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നോക്കുക. പിന്നെ കംബോഡിയൻ ഫ്ലൈയിങ് സ്ക്വിറൽ, പിന്നെ താഴെ മുള്ളമ്പതിനെ പോലത്തെ ഒരാൾ. ഇതിൻ്റെ പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കോക്കറ്റോ, അതിനൊക്കെ സൂം ചെയ്ത് നോക്കേണ്ട അവസ്ഥയാണ്. പിന്നെ നമ്മുടെ വേഴാമ്പൽ പോലെ ഇരിക്കുന്ന ആള് നല്ല ക്യൂട്ടാണ്. പിന്നെ നമ്മുടെ അല്ല, അവരുടെയാണ് പെണ്ണ് ഫെസന്റ്, ഗേൾ ഫെസന്റ്. പെണ്ണ് ഫെസന്റിന് വലിയ കളറില്ല. പിന്നെ അപ്പുറത്ത് ഡക്കൂട്ടിയുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കംബോഡിയൻ ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. പണ്ടൊക്കെ മൃഗത്തെ എടുക്കണമെങ്കിൽ പൈസയായിരുന്നു, പക്ഷെ ഇപ്പം നമ്മുടെ ടിക്കറ്റ് പൈസ കൂട്ടിയിട്ട് മൃഗങ്ങളെ എടുക്കാൻ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് എന്താണ് നമ്മുടെ പോക്കറ്റ് മങ്കി. പിന്നെ നമ്മുടെ കുറച്ച് കുനൂർ ബേഡ്സ്, പൈനാപ്പിൾ കുനൂരാന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സ്പൈഡേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്ലൈയിങ് സ്ക്വിറൽസ്, അതിൻ്റെ കുഞ്ഞുങ്ങൾ കൊണ്ടെന്ന് തോന്നുന്നു.
വൈറ്റ് ഷാർക്ക് ഉണ്ട്. അതിനുശേഷം ശരിക്കുള്ള ഓന്തല്ല, വേറെന്തോ ഓന്താന്ന് തോന്നുന്നു. പച്ച കളറിലേക്ക് കളർ മാറിയിരിക്കുകയാണ്. അവിടെ എന്തോ സാധനം കിടക്കുന്നുണ്ട്. ലിസാർഡിന്റെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണ്, മനസ്സിലാവുന്നില്ല ആരാന്ന്. ഇതിനകത്തും ആരോ ഉണ്ട്. പിന്നെ നമ്മുടെ കുതിര പുറത്താണ്. ശരിക്കും ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയേ ഉള്ളൂ. നമ്മുടെ വൈറ്റ് കുതിര ഇതാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുതിര. ഈ കുതിര വൈറ്റ് കുതിരേൻ്റെ ഇപ്പുറത്തുള്ള കുതിര. എൻ്റെ ബാക്കിൽ റൈഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഡൈകാസ്റ്റ് കാർസും ഹോട്ട് വീൽസും പൗച്ചസും ബാഗും വാട്ടർ ബോട്ടിലെല്ലാം ഉണ്ട്. മെയിനായി പറയുകയാണെങ്കിൽ കീ ചെയിനാണ് ഫുള്ളുള്ളത്. കീ ചെയിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ട്. ഫുള്ള് കീ ചെയിൻ മാത്രമാണ്. കീ ചെയിൻ മാത്രമാണെന്നല്ല, ഈ സെക്ഷൻ ഫുള്ള് കീ ചെയിനാണ്. കീ ചെയിൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അത്രയും കീ ചെയിനാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ ബോൾ, നമ്മുടെ അല്ല ഇവരുടെയാണ്. കുറേ സമയം നമ്മുടേന്ന് ഞാൻ പറയുന്നു, ഫുൾ ഇവരുടെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തും കീ ചെയിനാണ്, ഫുൾ കീ ചെയിൻ. അടിപൊളി. നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ ഒക്കെ ടൈപ്പ് കീ ചെയിൻ. ബാഗുകളും പൗച്ചുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.